ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. പെട്രോളുമായി വന്നയാൾ വീടിന്റെ വാതിൽ തുറക്കാതെ വന്നതോടെ മുറ്റത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിന് തീയിട്ടു. നിരന്തരം തന്നെ ഉപദ്രവിക്കാറുണ്ട് എന്നാണ് ഇരയായ സ്ത്രീ പോലീസിൽ നൽകിയ മൊഴി. പ്രതി നൌഷാദ് റിമാൻഡിൽ. കഴിഞ്ഞ ചൊവ്വാഴ്ച ജാസ്മിനെ കാണാൻ കോഴിക്കോട് കുണ്ടുങ്ങല വീട്ടിലേക്ക് ഉമ്മയും ഉപ്പയും വന്നിരുന്നു. കാണാൻ വന്നതിലെ വിരോധം വെച്ചാണ് ജാസ്മിന്റെ ഭർത്താവും കേസിലെ പ്രതിയുമായ CK നൌഷാദ് ജാസ്മിനെ ആക്രമിച്ചത്. മുഖത്തും കൈക്കും അടിച്ചു പരിക്കേൽപ്പിച്ചു. കത്തി ഉപയോഗിച്ച് നെറ്റിയിലും പോറലേൽപ്പിച്ചു. വീട്ടിൽ നിന്നിറങ്ങിപ്പോയ നൌഷാദ് വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ കയ്യിൽ പെട്രോൾ നിറച്ച കുപ്പിയുണ്ടായിരുന്നു. വാതിലിൽ മുട്ടിയപ്പോൾ ഭയം കൊണ്ട് വാതിൽ തുറന്നില്ല. ഒരുപാട് സമയം തുറക്കാതിരുന്നപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ജാസ്മിന്റെ സഹോദരിയുടെ ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. വാതിൽ തുറക്കാത്തതിന്റെ ദേഷ്യത്തിന് കത്തിച്ച് ഞങ്ങളെ നേരെ വന്നത്. വാതിൽ കുറെ ചവിട്ടിയപ്പോൾ ഞങ്ങൾ അമർത്തി പിടിച്ച് അപ്പോൾ വണ്ടി കത്തിച്ച്. നൌഷാദിൽ നിന്ന് ജാസ്മിൻ ക്രൂരമർദ്ദനങ്ങൾക്കിരയാവുന്നത് ഇതാദ്യമല്ല. ജാസ്മിൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വെച്ച് കൂട്ടുകാർക്കൊപ്പം എടുത്ത ഫോട്ടോയെ ചൊല്ലിയാണ് പ്രശ്നമുണ്ടാക്കി തുടങ്ങുന്നത്. ഇതിന്റെ പേരിൽ പലപ്പോഴും കൊല്ലാൻ ശ്രമിച്ചെന്നും ജാസ്മിൻ പറയുന്നു. പുള്ളിയുടെ ഉറക്കം ഞാൻ കളഞ്ഞു, അതുകൊണ്ട് നീ ഉറങ്ങണ്ട എന്നുള്ള രീതിയിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് തലയിൽ കൂടി വെള്ളമൊഴിക്കുക, അടിക്കുക, കൈ പിടിച്ച് തിരിക്കുക, വായിൽ വിരലിട്ടിട്ട് അകത്തി പിടിക്കുക, കൈ ചുരുട്ടി പിടിച്ച് തലയ്ക്ക് എന്നെ കുത്തുക, ഇതൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പം പൊലച്ചയ്ക്ക് മെനഞ്ഞാന്ന് പൊലച്ചയ്ക്ക് വന്ന് കത്തി എടുത്തിട്ട് ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ കഴുത്തിൽ ഇവിടെയൊക്കെ കുത്തി വെച്ചിട്ട് വരയുക, കൊല്ലൂന്ന് പറഞ്ഞിട്ട് ശ്വാസം മുട്ടിക്കുക. ശ്വാസം മുട്ടിച്ചിട്ട് ഞാൻ പെടയുമ്പോൾ വിടും, പിന്നെ ശ്വാസം മുട്ടിക്കും, പിന്നെ ഞാൻ പെടയുമ്പോൾ വിടും, പിന്നെ ശ്വാസം മുട്ടി, പിന്നെ ഞാൻ പെടയുമ്പോൾ വിടും. നൌഷാദ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും മകളോട് ചെയ്തതത്രയും വലിയ ക്രൂരതയാണെന്നും പറയുകയാണ് രക്ഷിതാക്കൾ. ഇതിൻ്റെ അടുക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച തച്ച് പെരടിയൊക്കെ ഉളുക്കി വേദനായി ഓന് PV ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി ആരോടും പറയണ്ട, എന്നോട് പറ്റിപ്പോയതാന്ന് പറഞ്ഞ് എന്നോട് വരെ പറഞ്ഞില്ല. അത് ലഹരി ഇപ്പം ഉണ്ടോല്ലേ, ഓന് മയക്കുമരുന്നിൻ്റെ അടിമയാണെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ ഓന് പല നേരം പല സ്വഭാവമാണ്. ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ, നരഹത്യാശ്രമം തുടങ്ങി 5 വകുപ്പുകൾ ചേർത്താണ് നൌഷാദിനെതിരെ ചെമ്മങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. നൌഷാദിനും ജാസ്മിനും ഇത് 2ാം വിവാഹമാണ്. 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ജാസ്മിൻ ഇത്രയും കാലം കഴിഞ്ഞുകൂടിയത്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.